നാവികസേനയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് കൊല്ലം ടൗൺ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കൊല്ലം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാടിനെ അറിയാം പദ്ധതിയിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് കൊച്ചി നാവിക ആസ്ഥാനം സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് കര, നാവിക, വ്യോമസേനകളെയും കേരള പോലീസിന്റേതുൾപ്പെടെയുള്ള യൂണിഫോം സർവീസിന്റെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് അവസരമൊരുക്കുന്നതായിരുന്നു നാടിനെ അറിയാം പദ്ധതി. INS മഗർ കപ്പൽ, INS ഗരുഡ എയർ സ്റ്റേഷൻ, എയർ ട്രാഫിക് കൺട്രോൾ സ്റ്റേഷൻ തുടങ്ങിയവ സന്ദർശിച്ച വിദ്യാർത്ഥികൾക്ക് നാവികസേനാ ഉദ്യോഗസ്ഥർ ഇവയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. തീരസുരക്ഷാ പ്രാധാന്യം, കപ്പലിലെ പരിശീലന പ്രവർത്തനങ്ങൾ, മോശം കാലാവസ്ഥ, വെള്ളപ്പൊക്കം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ധ്രുവ് ഹെലികോപ്റ്റർ, സേനാ വിമാനങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ സ്റ്റേഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങളാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും വിശദീകരിച്ചത്. ആയുധങ്ങൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള രുദ്ര യുദ്ധവിമാനത്തിന്റെ പ്രവർത്തന രീതികളും വിശദീകരിച്ചു. കൂടാതെ സായുധ സേനാ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്താനുള്ള അവസരവും ഒരുക്കിയിരുന്നു. കൊല്ലം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സമർപ്പിച്ച പദ്ധതിക്ക് സർക്കാർ തല അംഗീകാരം ലഭിച്ചതോടെയാണ് സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്ത് ആദ്യമായി ഇത്തരത്തിലൊരു അവസരം ലഭ്യമാകുന്നത്. ആദ്യഘട്ടമായി 40 അംഗ വിദ്യാർത്ഥി സംഘമാണ് നാവികാസ്ഥാനം സന്ദർശിച്ചത്. സ്കൂൾ അധ്യാപകരും PRD ഉദ്യോഗസ്ഥരും പങ്കാളികളായി. കമാൻഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള വിവിധ സേനാ ഉദ്യോഗസ്ഥർ സന്നിഹിതരായി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CF ദിലീപ് കുമാർ പരിപാടിക്ക് നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.